ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന നവ്യാണെങ്കിൽ നയനയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ് നിന്നെ ഒരാൾ കാണാൻ വന്നിരിക്കുന്നു എന്ന്. അപ്പം നവ്യയുടെ അടുത്ത് നയന ചോദിക്കുകയാണ് അതാരാ, ആദർശേട്ടനാണോ? ആദർശേട്ടനാണെങ്കിൽ ഒന്ന് പറഞ്ഞാൽ പോരെ എന്ന്. എനിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. അപ്പോൾ അമ്മ വന്നോ എന്ന് നയന ചോദിക്കുകയാണ്. അപ്പോൾ നവ്യ ചോദിക്കുകയാണ് അമ്മായി വരുമെന്ന് നിനക്ക് അറിയാമായിരുന്നു എന്ന്. അപ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു ഈ കാര്യം നിൻ്റെ അടുത്ത് പറയുമ്പോൾ നിനക്ക് ഭയങ്കര ടെൻഷനായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നിനക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. നിനക്ക് നിൻ്റെ അമ്മയുടെ അടുത്ത് ഇത്രയ്ക്ക് സ്നേഹമാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നയന പറയുകയാണ് എനിക്ക് അമ്മയുടെ അടുത്ത് എപ്പോഴും സ്നേഹമേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം അവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് നയനയും നവ്യയും കൂടി വരികയാണ്. ഞാനീ കാണുമ്പോൾ ദേവേനി ചോദിക്കുകയാണ് നീ വന്നോ, എങ്കിൽ ഇപ്പോൾ തന്നെ റെഡി ആവണം, ഇപ്പോൾ തന്നെ എൻ്റെ കൂടെ വരണം എന്നിങ്ങനെ പറയുമ്പോൾ കനകയും ഗോവിന്ദനും പറയുകയാണ് ആദർശ് മോനും വന്ന് വിളിച്ചപ്പോൾ ഞങ്ങൾ നയനയുടെ അടുത്ത് പോകണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല എന്ന്. ഞങ്ങളുടെ നിലപാട് എന്താണെന്ന് ഞങ്ങൾ വ്യക്തമായിട്ട് മോളടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി അവൾ അങ്ങോട്ട് വരികയാണെങ്കിൽ ഞങ്ങളെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരികയും ചെയ്യരുത്, അവിടെ ഒരു ആവശ്യങ്ങൾക്ക് ഞങ്ങളെ വിളിക്കുകയും ചെയ്യരുതെന്ന് കനക പറയുന്നുണ്ടായിരുന്നേ. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ആകെ വിഷമമാവുകയാണ്. എന്നിട്ട് നയനയുടെ അടുത്ത് ദേവേനി ചോദിക്കുകയാണ് ഇതിലെന്താണ് നിൻ്റെ അഭിപ്രായമെന്ന്. അപ്പോൾ നയന പറയുകയാണ് ആദർശേട്ടൻ വന്ന് വിളിച്ചപ്പോഴും എനിക്ക് കൂടെ പോരാത്തതിൽ ഭയങ്കര സങ്കടമായിരുന്നു എന്ന്. ദേവേനിയാണെങ്കിൽ കനകയുടെ അടുത്തും ഗോവിന്ദൻ്റെ അടുത്തും ചോദിക്കുകയാണ് എന്താ നിങ്ങൾക്ക് ഇത്ര വാശി എന്ന്. അപ്പോൾ കനക പറയുകയാണ് ഇത് ഞങ്ങൾ ഒരുപാട് നാളായിട്ട് കാണുന്നതല്ലേ, നവ്യയുടെ 7ാം മാസ ചടങ്ങിന് വന്നപ്പോൾ കണ്ടതല്ലേ എൻ്റെ മോളടുത്ത് ദേവേനി പെരുമാറിയതെല്ലാമെന്ന്. ഇതിപ്പോൾ ഒരുപാടായില്ല, ഇനി ഞങ്ങൾ കൊണ്ട് സഹിക്കാൻ പറ്റത്തില്ല, ഞങ്ങളെല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ച് തന്നെയാണ് നവ്യമോളുടെ 7ാം മാസ ചടങ്ങിന് വന്നപ്പോൾ നയനമോളെ വിളിച്ചുകൊണ്ട് വന്നതെന്ന്. അപ്പോൾ ഇവരിങ്ങനെയൊക്കെ പറയുന്നത് ദേവയാനിക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നില്ല. ദേവയാനി പറയുകയാണ് ആദർശ് കെട്ടിയ താലിയാണ് നയനയുടെ കഴുത്തിൽ കിടക്കുന്നതെന്ന്. ആദർശിനാണ് അവളുടെ മേൽ തീരുമാനമെടുക്കാനുള്ള അവകാശമുള്ള, ഇത്രയും വാശിയൊന്നും പോരാ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗോവിന്ദൻ പറയണ അതൊക്കെ ശരിയാണ്, ഞങ്ങളുടെ തീരുമാനമാണ് പറഞ്ഞത്, ഞങ്ങൾ മോളടുത്ത് അങ്ങോട്ട് വരണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല എന്ന്. ഞങ്ങളുടെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, മോൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ പിന്നെ ഞങ്ങളെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരണ്ട എന്ന്. കാര്യങ്ങൾക്കൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇവിടെ നിന്ന് പോവാൻ, അല്ലാതെ രണ്ട് കാര്യവും നടക്കത്തില്ല എന്നുള്ളതേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ എന്ന്. ഇതെല്ലാം കേൾക്കുമ്പോൾ നയന പറയുകയാണ് എൻ്റെ അച്ഛനെയും അമ്മയും തള്ളി പറഞ്ഞുകൊണ്ട് ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെ എൻ്റെ അച്ഛൻ്റെയും അമ്മേനെ അടുത്ത് നിന്നോളാം എന്നിങ്ങനെ പറയുമ്പോൾ നയന പറയുന്നത് കേൾക്കുമ്പോൾ ദേവേനിക്ക് ആകെ വിഷമമാവുകയാണ്. ദേവേനി പറയുകയാണ് നിങ്ങൾക്ക് വാശിയാണെങ്കിൽ എനിക്ക് അതിനേക്കാളും വാശിയുണ്ട്, എന്തായാലും ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകും, എന്തായാലും രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്ന് പറഞ്ഞ് വാശിയിലാണ് ദേവേനി. എൻ്റെ മോൻ കെട്ടിയ താലിയാണ് അവളുടെ കഴുത്തിൽ കിടക്കുന്നത്, അതുകൊണ്ട് ഞാൻ എന്തായാലും അവളെ കൊണ്ടുപോകുക തന്നെ ചെയ്യുമെന്ന്. അപ്പോൾ കനക പറയുകയാണ് അതിന് ദേവയാനി താലിക്കൊന്നും വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ലല്ലോ എന്ന്, സ്വന്തം മരുമകളെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ കനക പറയുകയാണ്. അപ്പോൾ ദേവയാനി പറയണം അതൊക്കെ പഴയ കഥയാണ്, ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്നിങ്ങനെ പറയുമ്പോൾ നയന പറയുകയാണ് ആദർശേട്ടൻ്റെ അമ്മയ്ക്ക് കരൾ കൊടുത്ത പെൺകുട്ടീനെ പോലെ ആയിരിക്കണം അമ്മായിയുടെ മരുമകളും എന്ന് അമ്മ എപ്പോഴും പറയുമായിരുന്നു എന്ന്. അപ്പോൾ ഗോവിന്ദനും പറയണം അതൊക്കെ ശരിയാണ്, കുട്ടിയുടെ വിവാഹം കഴിഞ്ഞു പോയി, ഇല്ലെങ്കിൽ ആദർശമായിട്ടുള്ള വിവാഹം തീരുമാനിച്ചേനെ എന്നിങ്ങനെ ഗോവിന്ദൻ പറയുമ്പോൾ ദേവയാനി പറയണം അതാണ് ശരി, എൻ്റെ ജീവൻ രക്ഷിച്ച പെൺകുട്ടിയാണ് ഇവളെ എനിക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റത്തില്ല എന്ന്. എൻ്റെ മരണം വരെ ഞാൻ ചേർത്ത് പിടിക്കും, എൻ്റെ മോനേക്കാളും ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ മോളെയാണെന്ന് പറഞ്ഞ് നയനയെ ചേർത്ത് പിടിക്കുകയാണ് ദേവയാനി. ദേവയാനി കരയുമ്പോൾ കനയ്ക്ക് നല്ല സന്തോഷമാവുകയാണ്. അതിനുശേഷം ദേവയാനി പറയുന്നുണ്ട് ഇവൾ തന്നത് ഇവളാണെന്ന് മനസ്സിലാക്കിയ തൊട്ട് എനിക്ക് നയനയെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി എന്ന്. ഈ 2-3 ദിവസം ഞാൻ എങ്ങനെയാണ് കഴിച്ചു കൂട്ടിയെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല, എനിക്ക് എന്തായാലും മോളില്ലാതെ പറ്റില്ല അനന്തപുരിയിൽ ജീവിക്കാനെന്ന്. എന്നെപ്പോലെ തന്നെയാണ് ആദർശിൻ്റെ അച്ഛൻ്റെയും മുത്തശ്ശൻ്റെയും എല്ലാവരുടെയും കാര്യം ഇതേ അവസ്ഥ തന്നെയാണ്, ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ദേവേനി കരയുകയാണ്. കരയുമ്പോൾ കനക ചോദിക്കുകയാണ് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ, ഇങ്ങനെ നാടകം കളിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്ന്. പിന്നീട് കനകയാണെങ്കിൽ പറയുകയാണ് ദേവേനി നയനയും കൂടി കാവിലൊക്കെ പോകുന്നതൊക്കെ കണ്ടായിരുന്നല്ലോ, ആ കാര്യങ്ങളൊക്കെ കനക ദേവേനിയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നേ. ഞാൻ അവിടെ വെച്ച് കണ്ടായിരുന്നു, അപ്പോൾ അമ്മായിയമ്മ മരുമകളുടെ തലയിൽ പൂവൊക്കെ വെച്ച് കൊടുക്കുന്നത് ഞാൻ കണ്ടിരുന്നു, നിങ്ങൾ രണ്ടുപേരുടെയും കള്ളത്തനം പൊളിക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങളും ഒരു നാടകം കളിച്ചതെന്ന്. നവ്യയുടെ 7ാം മാസ ചടങ്ങിന് വന്നപ്പോൾ മോളെയും കൂടി വിളിച്ചുകൊണ്ട് വരാമെന്നുള്ള തീരുമാനമെടുത്തത് നിങ്ങൾ രണ്ടുപേരെയും കള്ളത്തനം പൊളിക്കാൻ വേണ്ടിയായിരുന്നു എന്ന്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ നന്ദുവാണോ ഇങ്ങനത്തെ തീരുമാനമൊക്കെ എടുത്തതെന്ന്. അപ്പോൾ പറയുകയാണ് ഇല്ല, ഇത് അച്ഛൻ്റെയും അമ്മയുടെയും തീരുമാനമാണ്, അവരെടുത്തതാണ് ഇങ്ങനത്തെ തീരുമാനമെന്ന്.
ഇവർ പറയുന്നതൊന്നും നവ്യയ്ക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ടായിരുന്നു, രണ്ടുപേരും നല്ല രീതിയിൽ മനസ്സിലാക്കി സ്നേഹിച്ചതിന് ശേഷമാണ് വീട്ടിൽ ശത്രുക്കളെ പോലെ പെരുമാറിയിരുന്നതെന്ന്. എന്നെ സ്നേഹിക്കുന്നുവെന്ന് ഞാൻ നേരത്തെ മനസ്സിലാക്കിയിരുന്നു. അതിനുശേഷമാണ് അമ്മ ഒരു അവാർഡ് ചടങ്ങ് സംഘടിപ്പിച്ചത്, അമ്മയുടെ ഫ്രണ്ട്സും അവരുടെ മോളുമായിട്ടുള്ള സംഘടിപ്പിച്ചത്. അപ്പോൾ ആ ഫംഗ്ഷന് അമ്മ പങ്കെടുക്കില്ല എന്ന് തീരുമാനിച്ചപ്പോഴാണ്. അപ്പോൾ ആ ഫംഗ്ഷന് അമ്മ വരാതിരുന്നാൽ ശരിയാകത്തില്ലല്ലോ, അതുകൊണ്ട് അമ്മ വന്നാൽ മാത്രമേ അവാർഡ് ഞാൻ സ്വീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതെന്ന്. അപ്പോഴവിടെ വെച്ചാണ് ഞാൻ ഈ സസ്പെൻസ് എല്ലാം പൊളിച്ചതെന്ന് നയന പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം കനകയാണെങ്കിൽ ദേവയാനിയെ കെട്ടിപ്പിടിക്കുകയും സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതിനുശേഷം ദേവയാനി പറയുന്നുണ്ടായിരുന്നു, മോളെ ഇനി അനന്തപുരി വിടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എങ്ങനെയാണ് ആ 2 ദിവസവും കഴിച്ചു കൂട്ടിയെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. മോളെ കാണാതെ എനിക്കിരിക്കാനും പറ്റത്തില്ല എന്ന്. എനിക്കിനി മോളില്ലാതെ പറ്റത്തില്ല എന്നിങ്ങനെ പറയുമ്പോൾ കനക പറയുകയാണ്, അതൊക്കെ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ അതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞുവെന്ന്. അതുകൊണ്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ തന്നെ മോളെ കൊണ്ടുവന്ന് വിട്ടേനെ, അല്ലെങ്കിൽ ആദർശ് മോനെ വിളിച്ചെങ്കിൽ മോളെ ഞങ്ങൾ അങ്ങോട്ട് വിട്ടേനെ എന്ന് പറയുകയാണ്. പിന്നീട് ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളുടെ അടുത്ത് ഒരു കള്ളത്തരവും പറയാത്ത മോളായിരുന്നു നയന മോൾ. ഇപ്പോൾ അമ്മയമ്മയോട് ചേർന്ന് അവൾ വലിയൊരു സത്യമല്ലേ മറച്ചു വെച്ചതെന്ന്. പിന്നീട് ദേവയാനി പറയുന്നുണ്ടായിരുന്നു, മോൾ അവിടെ ഇല്ലാത്തതിൽ ചിലർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്, ഞാൻ മോളെ വന്ന് വിളിക്കത്തില്ലല്ലോ എന്നുള്ള വിശ്വാസത്തിൽ. അതുപോലെ തന്നെ പലർക്കും അവിടെ മോളില്ലാത്തതിൽ വിഷമവുമുണ്ട് എന്ന്. പിന്നീട് നയനയും വിളിച്ചുകൊണ്ട് പോവുകയാണ്. അതിനുശേഷമാണെങ്കിൽ അവർക്കെല്ലാവർക്കും ഒരു സമാധാനമാവുകയാണ്. ദേവയാനി നയനയെ സ്നേഹിക്കുന്നല്ലോ എന്നെല്ലാം ഓർത്ത് അവർക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. നയനയും ദേവയാനി അകത്തേക്ക് പോകുമ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു, നയന ഭാഗ്യമുള്ളവളാണ്, ആദ്യം ആദർശേട്ടൻ മാറി, ഇപ്പോൾ അവളുടെ അമ്മായിയമ്മയും മാറിക്കഴിഞ്ഞുവെന്ന്. അമ്മായിയമ്മ അവളെ സ്നേഹിച്ചു തുടങ്ങി, ഇനിയിപ്പോൾ എൻ്റെ അമ്മായിയമ്മ എന്നാണോ എന്നെ സ്നേഹിക്കുന്നതെന്ന്. ഇത് കേൾക്കുമ്പോൾ നന്ദ് പറയുകയാണ്, അങ്ങനെ ചേച്ചി ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട എന്ന്. അങ്ങനെ ചേച്ചിയുടെ അമ്മായിയമ്മ ചേച്ചിയെ സ്നേഹിക്കുമെന്ന്. അപ്പോൾ നവ്യയ്ക്കും ആ കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ളതുകൊണ്ട് നവ്യയെ എതിർത്തൊന്നും പറഞ്ഞില്ല. നവ്യയ്ക്ക് അറിയാമല്ലോ നവ്യയുടെ അമ്മായിയമ്മ നവ്യയെ സ്നേഹിക്കാൻ പോകുന്നില്ല എന്ന്. അപ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ജീവിതം കൊടുത്ത് രക്ഷപ്പെടുത്തിയാലും ഞാൻ മരിച്ചു പോട്ടെ എന്നേ വിചാരിക്കുകയുള്ളൂ, എന്നാലും അവരെന്നെ സ്നേഹിക്കത്തൊന്നുമില്ല എന്ന്. പിന്നീട് അനന്തപുരിയിലെ മുത്തശ്ശനെയാണ് കാണിക്കുന്നത്. അപ്പം ആ മുത്തശ്ശനാണെങ്കിൽ ആദർശിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നീയും നയനയും തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടോ എന്ന്. ഞങ്ങൾ വഴക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഈ അടുത്ത കാലത്ത് ഇതുപോലെ സ്നേഹിച്ച നാളുകൾ വേറെ ഇല്ലായിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. ഞാൻ പോയി വിളിച്ചിട്ട് പോലും അവൾ വരുന്നില്ല എന്നാണ് പറഞ്ഞതെന്ന്. അപ്പോൾ മുത്തശ്ശി പറയുകയാണ്, അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അതുപോലെയാണല്ലോ അവരുടെ മുമ്പ് വെച്ച് ദേവയാനി മോളെടുത്ത് സംസാരിക്കുന്നതെന്ന്. പോരാത്തതിന് നയനയാണല്ലോ ദേവയാനിക്ക് കരൾ കൊടുത്ത് ആ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ മോളടുത്ത് അങ്ങനെ പെരുമാറുന്നത് ശരിയാണോ, അവർക്കത് സഹിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന്. ജയൻ അങ്ങോട്ട് വരികയാണ്, വന്നിട്ട് പറയുകയാണ്, ആദർശം നിൻ്റെ അമ്മ അമ്പലത്തിൽ പോയിട്ട് ഇതുവരെയ്ക്കും കണ്ടിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ്, ഈ വീട്ടിലുള്ളവരെല്ലാവരും ഭയങ്കര വിഷമത്തിലേ, അതുകൊണ്ട് ദേവയാനി അമ്പലത്തിൽ ഭജനമെല്ലാം ഇരിക്കുകയായിരിക്കുമെന്ന്. പ്രാർത്ഥിച്ച് അവിടെ ഇരിക്കുകയായിരിക്കും എന്നിങ്ങനെ പറയുകയാണ്, പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല, മോളെ പോയി വിളിച്ചുകൊണ്ട് വരികയല്ലേ ചെയ്യേണ്ടതെന്ന്. എന്നിട്ട് അവരും പറയുകയാണ്, നയനയില്ലാതെ ഈ വീട് മുന്നോട്ട് പോകില്ല എന്നുള്ള കാര്യങ്ങൾ നയനയില്ലാതെ പറ്റത്തില്ല എന്നൊക്കെയാണ് അവരും സംസാരിക്കുന്നത്. മുത്തശ്ശൻ പറയുകയാണ്, മോള് വരുമെന്ന് നോക്കാം, ഇല്ലെങ്കിൽ ഞാനും ഇയാളും കൂടെ പോയി ഗോവിന്ദൻ്റെ കാല് പിടിച്ചിട്ട് ആയാലും മോളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാമെന്ന്. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു മുത്തശ്ശൻ, ആൺമക്കളുടെ വിവാഹം കഴിഞ്ഞിരുമ്പോഴാണ് വീട്ടിൽ ഓരോ പൊരുത്തക്കേടുകൾ ഉണ്ടാകുന്നത്, പക്ഷേ നയനമോൾ അങ്ങനെയല്ലല്ലോ, ഈ വീട്ടിൽ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നതെന്ന്. അങ്ങനെ നല്ല രീതിയിൽ എല്ലാവരും ഒത്തൊരുമയോടെ ഇരിക്കണമെന്ന് വിചാരിക്കുന്ന നല്ല മോളാണ് എന്നിങ്ങനെ പറയണ. പക്ഷേ നവ്യ അനാമികയെ അങ്ങനെയല്ല ചിന്തിക്കുന്നതെന്ന്. രണ്ടുപേരും അത്യാവശ്യം വഴക്കുണ്ടാക്കുന്ന കൂട്ടത്തിലാണല്ലോ. അപ്പോൾ ദേവയാനിക്ക് ഇങ്ങനെ ഒരു മരുമകളെ കിട്ടിയത് ഭാഗ്യമാണ്, നയനയെപ്പോലെ ഒരു പെൺകുട്ടിയെന്ന്. മോൾക്ക് നല്ല സ്വഭാവമാണ്, അതുകൊണ്ട് നയനമോൾ ഇവിടെ വേണമെന്ന് പറയണം. അതിനുശേഷം മുത്തശ്ശൻ പറയുകയാണ്, നയനമോളുടെ നിറഞ്ഞ പുഞ്ചിരിയുടെ രാവിലെ ഒരു കപ്പ് ചായ കൊണ്ടുവരുമ്പോൾ അപ്പോൾ ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ്. ഇപ്പോൾ മോളില്ലാത്തതുകൊണ്ട് വീട് തന്നെ ഉറങ്ങിയ രീതിയിലാണെന്ന്. അതുപോലെ തന്നെ ഇയാൾക്ക് മോളെ കാണാതിരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശനാണെങ്കിൽ അവിടെ നിന്നിട്ട് പോവുകയായിരുന്നു. അതിനുശേഷം മുത്തശ്ശിയാണെങ്കിൽ ആദർശിൻ്റെ അടുത്ത് പറയുകയായിരുന്നു, മുത്തശ്ശൻ പറഞ്ഞത് ശരിയാണ്, എനിക്ക് നയനമോളെ കാണാതെ ഇരിക്കാൻ പറ്റത്തില്ല എന്ന്. നയനമോളടുത്ത് സ്നേഹത്തോടെ പെരുമാറാമായിരുന്നു ദേവയാനിക്ക്. ഇനിയെങ്കിലും ഒരു മാറ്റം വേണ്ടേ, ദേവയാനി നയനമോളെ സ്നേഹിക്കണ്ടേ എന്നൊക്കെ, ഇനിയെങ്കിലും ദേവയാനിക്കൊരു മാറ്റം വേണ്ടേ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുകയാണേ. പക്ഷേ മുത്തശ്ശിയാണെങ്കിൽ ജയനോട് ചോദിക്കുകയാണ്, ഇനിയിപ്പോൾ മോളാണ് ദേവയാനിക്ക് കരൾ കൊടുത്ത് സഹായിച്ചതെന്ന് ഇനി ദേവയാനിയുടെ അടുത്ത് പറയണോ എന്നൊക്കെയാണ് ജയനോടടുത്ത് മുത്തശ്ശി ചോദിക്കുന്നത്. അതിൽ ഇങ്ങനെ തുടരുകയാണെങ്കിൽ സത്യം പുറത്ത് പറയേണ്ടത് തന്നെ എങ്കിൽ പറഞ്ഞാലും നമ്മൾ ഇത്രയും കാലം സത്യം മറച്ചു വെച്ചതിന് അതിനും നമ്മളടുത്ത് ദേഷ്യമായിരിക്കും ദേവയാനിക്കെന്ന് ജയൻ പറയുകയാണേ. പിന്നീട് നയനയുടെ വീടാണ് കാണിക്കുന്നത്. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ദേവയാനിയും ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. ഇതുവരെയ്ക്കും ദേവയാനി അവിടെ നിന്ന് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ആദ്യമായിട്ടാണ് ദേവയാനി അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്.
ദേവേനി പറയുന്നുണ്ടായിരുന്നു എനിക്കിപ്പോൾ ആശ്വാസമായി, ഇനി ഏത് സമയത്തും വേണമെങ്കിലും മോളെ കാണാൻ ഇങ്ങോട്ട് വരാമല്ലോ എന്ന് നവ്യയുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നേ. ദേവേനി പറയുന്നുണ്ടായിരുന്നു എനിക്കൊരു വിഷമം മാത്രമേ ഉള്ളൂ, ഇവർക്ക് രണ്ടാർക്കും പുറമെ നന്ദുമോളും കൂടി അങ്ങോട്ട് വരേണ്ടിയിരുന്നില്ലേ അനിയുടെ ഭാര്യയായിട്ട്, കഴിഞ്ഞില്ലല്ലോ, നയന ചെയ്തത് തെറ്റായിപ്പോയി എന്നിങ്ങനെ ദേവേനി പറയുമ്പോൾ ഗോവിന്ദൻ പറയുകയാണ് അതൊരിക്കലും നയന ചെയ്തത് തെറ്റാവില്ല എന്ന്, അത് ഞങ്ങൾക്കൊരു തെറ്റായിട്ട് തോന്നിയിട്ടും ഇല്ല എന്നിങ്ങനെ ഗോവിന്ദൻ പറയുമ്പോൾ ദേവേനി പറയുകയാണ് നന്ദുമോൾ അവിടെ അനിയുടെ ഭാര്യയായിട്ട് വന്നെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ അവരുടെ ജീവിതം മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇപ്പോൾ നന്ദുവിൻ്റെ പേരും പറഞ്ഞ് അനിയും അനാമികയും എപ്പോഴും അടിയാണല്ലോ എന്ന്. അപ്പോൾ കനക പറയുകയാണ് നന്ദുവിൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, അനിയുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം അനിയെ കാണുകയും സംസാരിക്കുകയും ചെയ്യരുതെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളായിരുന്നു, ഇപ്പോൾ എന്നിട്ടും അവൾ അനിയെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുകയല്ലേ എന്ന് ദേവേനി നന്ദുവിൻ്റെ അടുത്ത് പറയുകയാണ് അവരുടെ വിവാഹം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അനിയുമായിട്ട് കൂടുതൽ ഇടപഴകാതെ ഇരിക്കുന്നതാണ് നല്ലതെന്ന്, ഇനി അതനുസരിച്ച് ജീവിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചല്ലേ, അതുകൊണ്ട് ഇന്ന് നല്ല രീതിയിലുള്ള സദ്യ തരണമെന്നാണ് വിചാരിച്ചത് എന്ന്. അങ്ങനെയൊന്നും തരണമെന്ന് വിചാരിച്ചതല്ല എന്നിങ്ങനെ പറയുമ്പോൾ ദേവയാനി പറയുകയാണ് അതിനെന്താ, ഇനിയൊരു നല്ല സദ്യ ഉണ്ടാക്കിയിട്ട് ഞങ്ങളെ വിളിച്ചാൽ മതിയെന്ന് പറയുകയാണ്. അപ്പോൾ ഞാനും മോളും വന്ന് സന്തോഷത്തോടെ ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് പൊയ്ക്കോളാമെന്ന് ദേവയാനി പറയുകയാണ്. ദേവേനി പറയുകയാണ് ഇപ്പോൾ ഒരു ആശ്വാസമായി എന്ന് പറഞ്ഞതിന് ശേഷം നവ്യയുടെ അടുത്ത് പറയുകയാണ് ശരീരമൊക്കെ നല്ലപോലെ നോക്കണമെന്ന്. അനന്തപുരിയിലെ ആദ്യത്തെ പേരക്കുട്ടിയാണ് വരാൻ പോകുന്നത്, അതുകൊണ്ട് നല്ല രീതിയിൽ ശരീരമൊക്കെ നോക്കണം, അത്രയ്ക്കും സന്തോഷത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നതൊക്കെ സന്തോഷത്തോടെ ദേവേനി പറയുകയാണ്. ദേവേനി നവ്യയുടെ അടുത്ത് പറയുകയാണ് അബിയുടെ സ്വഭാവമൊക്കെ മാറ്റിയെടുത്ത് നല്ല രീതിയിലാക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതിനുശേഷം എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല സന്തോഷത്തിലാണ്, കനകയാലും ദേവേനിയാലും എല്ലാവരും. ശേഷം കനക പറയുകയാണ് ഈ ആഹാരമെല്ലാം തരാനിരുന്നത് നല്ല രീതിയിലുള്ള നല്ല സദ്യ തരണമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ദേവേനി പറയണ അതിനെന്താ ഒരു ദിവസം സദ്യ ഉണ്ടാക്കിയിട്ട് വിളിച്ചാൽ മതി, ഞാനും മോളും വന്ന് കഴിച്ചിട്ട് പൊയ്ക്കോളാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ദേവേനി പറയുന്നെങ്കിലും നയനയ്ക്ക് ഭയങ്കര വിഷമമാണ്, ആദർശ് വിളിച്ചിട്ട് നയനെ പോയില്ലല്ലോ, ഇനി ആദർശേട്ടന് വിഷമാവോ എന്നൊക്കെ ഇങ്ങനെ ദേവേനിയുടെ അടുത്ത് അതിനെ ചോദിക്കുകയാണ്. അപ്പോൾ ദേവേനി പറയുകയാണ് എന്തായാലും ആദർശിൻ്റെ വിഷമം മാറാൻ കുറച്ച് ദിവസം എടുക്കും എന്നിങ്ങനെ പറയുന്ന ദേവേനിയെ നോക്കിക്കൊണ്ടിരിക്കുന്ന നയനയും കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.